ഹിമാചൽ പ്രദേശിലെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴുണ്ട്. ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരുന്നു കോൺഗ്രസിന്. അവിടെ 6 MLA-മാരാണ് ക്രോസ് വോട്ടിംഗ് നടത്തിയത്. അതിന് പിന്നാലെയാണ് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചത്. മന്ത്രിസഭയിൽ നിന്ന് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചതോടുകൂടി കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ. വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം എന്നുള്ള കാര്യം BJP ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ ഗവർണറെ കണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഹിമാചൽ പ്രദേശിൽ വിശ്വാസ വോട്ടെടുപ്പ് തേടേണ്ട ഒരാവശ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ MLA-മാരെ കൂടെ നിർത്തുവാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. DK ശിവകുമാറും ഹൂഡയും ഹിമാചലിലേക്ക്, ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഹിമാചൽ പ്രദേശിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഹിമാചൽ പ്രദേശിലേക്ക് വന്നിരിക്കുന്നത്. വിക്രമാദിത്യ സിംഗ് രാജിവെച്ചത് വലിയ തിരിച്ചടിയാവുകയാണ്. മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. അങ്ങനെ 2 പ്രശ്നങ്ങളാണ് അവിടെ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. MLA-മാർ ക്രോസ് വോട്ടിംഗ് നടത്തി, അതിന് പിന്നാലെ വിക്രമാദിത്യ സിംഗിന്റെ രാജിയും. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, 68 അംഗ നിയമസഭയാണ്. എന്തായാലും 35 MLA-മാരുടെ പിന്തുണ ആവശ്യമായിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കഴിയുമോ കോൺഗ്രസിന്? ഇന്നലെ വോട്ട് ചെയ്തവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 34 ആണല്ലോ. മഞ്ജുഷ, നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാവുകയാണ് ഹിമാചൽ പ്രദേശ്. കാരണം കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതായത് 40 MLA-മാർ ഉള്ള സ്ഥിതിക്ക് ഉറപ്പായും കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി അഭിഷേക് സിംഗ്വി വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 34 പേരുടെ പിന്തുണ മാത്രം വന്നുകൊണ്ട് BJP സ്ഥാനാർത്ഥിക്കും തുല്യത പാലിക്കുകയാണ് ചെയ്തത്. പിന്നീട് നറുക്കെടുപ്പിലൂടെയാണ് ഈ പരാജയം ഉണ്ടായത്. അതിനുശേഷം പിന്നാലെ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് വിക്രമാദിത്യ സിംഗിന്റെ രാജിയാണ്. അതായത് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും നിലവിൽ PCC പ്രസിഡന്റായ പ്രതിഭ സിംഗിന്റെ മകനുമാണ് വിക്രമാദിത്യ സിംഗ്. അപ്പോൾ വിക്രമാദിത്യ സിംഗ് സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അതായത് MLA-മാരെ അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിലവിലെ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് പരിഹാരം കാണണം. പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ് എന്നാണ് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കുന്നത്. മറുവശത്ത് BJP-യും ഇതൊരവസരമാക്കിക്കൊണ്ട് സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. രാവിലെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബജറ്റിൽ ഡിവിഷൻ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. അത് സ്പീക്കർ അനുമതി നൽകിയില്ല. തുടർന്നുണ്ടായ ബഹളത്തിൽ ഇപ്പോൾ 14 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 15 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പോൾ BJP-യുടെ അംഗബലം 10 ആയിരിക്കുന്നു. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്നൊരു നീക്കം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഏതായാലും ഇനി ഈ വിക്രമാദിത്യ സിംഗിന്റെ നീക്കം എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മന്ത്രിസഭയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട അംഗം രാജിവെക്കുമ്പോൾ അത് മറ്റ് MLA-മാരെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു വിമത നീക്കം, അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? മഞ്ജുഷ, അങ്ങനെ വേണം കരുതാൻ. കാരണം 2022-ൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി 2 പേരാണ് പ്രധാനമായും മത്സരരംഗത്ത് ഉണ്ടായത്. ഒന്ന് സുഖ്വീന്ദർ സിംഗ് സുഖു, മറ്റൊന്ന് പ്രതിഭ സിംഗ്. എന്നാൽ PCC അധ്യക്ഷയായ പ്രതിഭ സിംഗിനൊപ്പം നിൽക്കാതെ ഹൈക്കമാൻഡ് സുഖ്വീന്ദർ സിംഗ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് പലപ്പോഴായി ഈ 2 നേതാക്കളും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ MLA-മാർ മാറി വോട്ട് ചെയ്തിരിക്കുന്നു. അവർ ഉന്നയിച്ചിരിക്കുന്ന വാദവും വിക്രമാദിത്യ സിംഗ് പറയുന്ന കാര്യവും ഒരേ കാര്യം തന്നെയാണ്. അതായത് ഈ 6 MLA-മാർ ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയെ നീക്കണമെന്നായിരുന്നു. മാത്രവുമല്ല 26 MLA-മാർക്ക് സമാനമായ നിലപാടാണെന്ന് കൂടി അവർ പറയുകയും ചെയ്തിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് വിക്രമാദിത്യ സിംഗ് ഏതായാലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായ പ്രശ്നപരിഹാരത്തിനായി എത്തുന്ന DK ശിവകുമാറും ഒപ്പം തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ നിർണായകമാകും. മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിന് അവർ വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി രാജിവെക്കും, മുഖ്യമന്ത്രി മാറിക്കൊടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഓഫീസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അത്തരം വാർത്തകളിൽ അടിസ്ഥാനമില്ല എന്നാണ് ഇപ്പോൾ സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായക മണിക്കൂറുകളിലൂടെയാണ് ഹിമാചൽ രാഷ്ട്രീയം കടന്നുപോകുന്നത്. മഞ്ജുഷ്, ശരിയാണ് രാജേഷ്. എന്തായാലും ഈ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്, കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന് എന്ത് ചെയ്യുവാൻ കഴിയും ഹിമാചൽ പ്രദേശിൽ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഹിമാചലിന്റെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുമോ എന്ന സംശയം നിലനിൽക്കുകയാണ്. BJP-യുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് വിജയിക്കുമോ എന്നുകൂടി കാണേണ്ടതുണ്ട്.